സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. സ്വയംവരം ടീം ഇന്ന് ട്രാവൽ ചെയ്തെത്തിയേക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്തുള്ള ഉള്ളൂർക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മുടെ വണ്ടർഫുൾ കപ്പിളായ രാജീവ് ആൻഡ് കോമൾ ഇവരെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് ആൻഡ് ഹെയർ ഇതൊക്കെ ആരാ ചെയ്തത്? എൻ്റെ അവിടെ നിന്നാണെങ്കിൽ റീന എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ചെയ്തത്. അവര് സ്വന്തമായിട്ട് അഴുതക്കാട് ഒരു ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പം നന്നായിട്ട് ചെയ്തു തന്നു. പാർട്ടി ആണെങ്കിലും വീട്ടിൽ വന്നാണ് ഒരുക്കിയത്. ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾക്ക് വേണ്ടി കുറെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ തലേ ദിവസമേ താമസിച്ചു, പിറ്റേ ദിവസം താമസിച്ചു, വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സോ എങ്ങനെയാ ശരിക്കും ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്? വേറെ ഫ്രണ്ട്സിന്റെ ചെയ്തിട്ടുണ്ടോ? ഇന്റർനെറ്റിൽ കൂടെയാണോ? എന്റെ ചേച്ചിക്ക് ഈ റീന എന്ന് പറയുന്ന ചേച്ചിയാണ് ചെയ്തത്. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത നിന്നാണ് ഞാൻ എന്റെ അവിടെയും തലേ ദിവസം ഗൗൺ തന്നെയായിരുന്നു. ആ ചേച്ചി തന്നെയാണ് എന്റെ ഗൗണും ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പം ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു ചേച്ചി. സോ കല്യാണത്തിന് ട്രഡീഷണൽ ആയിരുന്നല്ലോ. സോ എന്ത് തരത്തിലുള്ള ഗെറ്റപ്പ് ആയിരുന്നു? മുടിയൊക്കെ പിന്നിട്ട് സാധാ എന്തോന്ന് ഹിന്ദു മാരേജ് അതേ. ഞാനൊരു കാര്യം ചോദിക്കണം, ഒത്തിരി നല്ല രസമുള്ള ഡിസൈൻസിൽ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമാണോ ഇടാനായിട്ട്? ഇഷ്ടമാണ്, പക്ഷെ ചേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനും പൊതുവെ ഇപ്പം ഇടാറില്ല. അത് നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഓരോ പീസും അതിൻ്റെതായ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോപ്പിംഗ് തീർച്ചയായിട്ടും ഡ്രസ്സ് എടുക്കണേക്കാളും കൂടുതൽ എഫേർട്ട് ഒരു പക്ഷെ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം പോയി ജ്വല്ലറി ഒക്കെ എടുത്തത്. അതും ഇതൊക്കെ ചേട്ടൻ, മാമൻ എല്ലാരും കൂടെ വന്നിട്ടാണ് അത് എടുത്തത്. എന്തായിരുന്നു ആഗ്രഹം? എങ്ങനെ ട്രഡീഷണൽ വേണോ ആന്റീക്ക് വേണോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ആയിട്ടാണോ പോയത്? അത് അവിടെ ചെന്ന് കണ്ടപ്പം ഇഷ്ടപ്പെട്ടതാണ് എടുത്തത്? അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തു. ഇട്ട് നോക്കുമല്ലോ, അപ്പം തന്നെ ഇട്ട് നോക്കുമ്പം എല്ലാരും പറയും ഇഷ്ടമായി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ അത് ഫിക്സ് ചെയ്തു. സ്വയംവരം സ്വയംവരം. ഇപ്പൊ ആണുങ്ങൾക്ക് പൊതുവെ ഷോപ്പിംഗ് കുറവാണ് കമ്പയർ ടു എ ബ്രൈഡ്. എന്നാലും കുറെ നിങ്ങൾക്ക് ആക്സസറീസ് ആയിരിക്കും കൂടുതൽ ഒരു പക്ഷെ, ഇല്ലേ? ഷൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെർഫ്യൂം, വാച്ചസ്, അങ്ങനെയൊക്കെയാണ് കൂടുതൽ. എന്തായിരുന്നു രാജീവിന്റെ ഒരു ഈ ഡ്രസ്സ് അല്ലാണ്ട് മറ്റുള്ള ഷോപ്പിംഗ് എന്തൊക്കെയായിരുന്നു കല്യാണം പ്രമാണിച്ച്? ഇതുപോലെ തന്നെയാണ്. റിസപ്ഷനുള്ള ഷൂ, അതിനുള്ള കുറെ സാധനങ്ങളുണ്ടല്ലോ. മേക്കപ്പ് ഐറ്റംസ് എനിക്ക് കൂടുതൽ അങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യാറില്ല. ഞാൻ പൊതുവെ കുറച്ച് മേക്കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വാച്ച് ഞാൻ എടുത്തിരുന്നു. ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ സ്പ്രേ എൻ്റെ അനിയന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു കോസ്റ്റ്ലി സ്പ്രേ ഗിഫ്റ്റ് തന്നു. പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ആക്സസറീസിന്റെ കാര്യത്തിനും എടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് വാങ്ങി എന്ന് പറഞ്ഞു. എത്ര നേരം എടുത്തു ഇത് സെലക്ട് ചെയ്യാനായിട്ട്? ജസ്റ്റ് അറൌണ്ട് 30 minutes. അത്രേ ഉള്ളൂ. ലേഡീസിനാണ് ഈ സമയം കൂടുതൽ എടുക്കുന്നത് ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഞങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആണ്.
ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ കോമലിന് കല്യാണത്തിന് മുമ്പേ ഉള്ള സമയം അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പീരിയഡില്? കല്യാണത്തിന് മുമ്പ് ഞങ്ങള് കൂടുതൽ കാണാറൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് 3 to 4 ടൈംസ് മാക്സിമം കണ്ടിട്ടുള്ളൂ. പിന്നെ വിളിക്കാറുണ്ട് ഡെയിലി, അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം ഞാനൊരു ഡയമണ്ട് റിങ് പ്രസന്റ് ആയിട്ട് കൊടുത്തിരുന്നു ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇത് മാത്രമായിരുന്നു. എന്തെങ്കിലും സർപ്രൈസസ് തന്നിട്ടുണ്ട് ഇതല്ലാണ്ട്? ഇപ്പം ഡയമണ്ട് റിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതല്ലാണ്ട് രാജീവ് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും എന്തായിരുന്നു ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഒരു മൊമെന്റ് തോന്നിയത്? എന്റെ ബർത്ത്ഡേക്കായിരുന്നു. അപ്പം ഞാൻ മുകളിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പം ചേട്ടനെ അടുത്തുണ്ട്. ഞാൻ വിചാരിച്ചു ചേട്ടൻ മറന്നുപോയതാണ്, ഇവിടെ അച്ഛനും അമ്മയും ആരും ഒന്നും മിണ്ടലില്ല. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരു കറക്റ്റ് 12 o'clock ആയപ്പം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അച്ഛനമ്മയെ വിളിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛനമ്മയ്ക്ക് വയ്യ എന്തോ. താഴെ വന്നപ്പോ എല്ലാരും അനിയനും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട്. എല്ലാരും എനിക്ക് ഗിഫ്റ്റ് തന്നു. അതായിരുന്നു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ്. വെരി നൈസ്. ഈ കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി വന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ്? തീർച്ചയായിട്ടും നിങ്ങൾ അതിനു മുമ്പ് കാണാനുള്ള ഒരു അവസരം ഇല്ല. എല്ലാവരും ഫസ്റ്റ് മണ്ഡപത്തിൽ എത്തുന്നത് രാജീവാണ്. കോമൽ ഇറങ്ങി വന്ന് ഫസ്റ്റ് ടൈം ഫുൾ ഒരു ബ്രൈഡായിട്ട് കണ്ടപ്പം ശരിക്കും എന്തായിരുന്നു ഫീലിംഗ്? അത് പറയാൻ പറ്റില്ല. സന്തോഷം തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നി. ഈ താലിയൊക്കെ കെട്ടി ഇപ്പൊ ടെൻഷൻ, ചടങ്ങുകളൊക്കെ കുറെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ടെൻഷൻ ഉണ്ടായിരുന്നു? അപ്പം ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞായിരിക്കും സത്യം. ചെന്ന് ഉടനെ തന്നെ മുഹൂർത്തമായി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ അറിയാൻ തോന്നിയില്ല. എങ്ങനെയായിരുന്നു രാജീവിനെ കണ്ടപ്പം? ടെൻഷൻ ഉണ്ടായിരുന്നു അതിനു മുമ്പ്? ടെൻഷൻ എന്ന് വെച്ചാൽ എല്ലാരും പറയും ഭയങ്കര ടെൻഷനാണ്, പക്ഷെ എനിക്ക് അത്ര ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിച്ചോണ്ടായിരിക്കും ഈ ടെൻഷനേ തോന്നിയില്ല. പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ വന്നു. ഞാൻ റെഡിയായി ഇരുന്നപ്പം തന്നെ ഇവിടത്തെ അമ്മ വന്നു, കൊള്ളാമുള്ള എന്നൊക്കെ പറഞ്ഞു. അടുത്തത് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. കെട്ടിനുള്ള സമയമായി. ഇറങ്ങിയപ്പോ ഞാൻ നോക്കിയിട്ട് ചേട്ടനെ കാണാനില്ല. സൈഡിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല ടെൻഷൻ കാരണം. പിന്നെ അടുത്ത് പൂജാരിയുടെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചേട്ടനെ കണ്ടത്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ കിട്ടിയോ അതിനിടയ്ക്ക്? ഒന്നും കാണാൻ ക്യൂട്ടാന്നൊരു വാക്ക് പറയാൻ പറ്റിയില്ല. മനസ്സിൽ തന്നെ പറയുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. റിസപ്ഷനും എന്തായിരുന്നു? അവിടുത്തെ റിസപ്ഷൻ ആണെങ്കിൽ ഗ്രീൻ ഗൗൺ ആയിരുന്നു. അതാ ചേച്ചിയാണ് ഡിസൈൻ ചെയ്തത്. ഇവിടുത്തെ റിസപ്ഷൻ ആണെങ്കിൽ പീച്ച് കളർ ആയിരുന്നു. അത് പേർവൊക്കെ. സോ കല്യാണം കഴിഞ്ഞ് 2 റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഇവർക്ക് അവരുടെ സൈഡിൽ നിന്ന് നമ്മളിപ്പോ സാരി കൊണ്ട് പോകുന്ന ദിവസമാണ് ഇവരുടെ റിസപ്ഷൻ. അതിനുള്ളതാണ് ഈ ഗ്രീൻ ഗൗൺ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ഫസ്റ്റ് കണ്ടപ്പോ? എനിക്ക് കാണാൻ പറ്റിയില്ല, തലേ ദിവസത്തെ കാണാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ പോകത്തില്ല. അപ്പോ ഞാൻ ബ്രദറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരണം. അങ്ങനെ പുള്ളി എടുത്തിട്ട് വന്നു. കണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ വന്നിട്ട് മറ്റേ റിസപ്ഷൻ എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ് ആയിരുന്നു.
നിങ്ങളുടെ കല്യാണത്തിന്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസിന് നിങ്ങൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എനിക്ക് ഏറ്റവും പറയാനുള്ളത് പോസ്റ്റ് വെഡിങ് ഒരു ഷൂട്ട് ചെയ്തിരുന്നു, യൂട്യൂബിലുണ്ട്. നല്ലോണം ഒരു ഹിറ്റായിട്ട് ഒരുപാട് ആൾക്കാർ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള വീഡിയോഗ്രാഫി എടുത്തതെല്ലാം സോൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. അരുൺ സോൾ. ഓക്കെ. അരുൺ എന്ന് പറഞ്ഞ എന്റെ ബ്രദറിന്റെ ഒരു ഫ്രണ്ടാണ്. അരുൺ ചേട്ടനും ബ്രദറായിട്ട് ഭയങ്കര ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പോ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ സോൾ ബ്രദേഴ്സ് ഗ്രൂപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാരേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരെണ്ണം മാത്രമേ ലൈഫ് ടൈമിൽ കാണത്തുള്ളൂ. അതിന്റെ ഒരു മെമ്മറീസ് ആണ് നമ്മൾ ഈ പറയുന്ന വീഡിയോ, ഫോട്ടോസ്, എവരിത്തിങ്. അപ്പോൾ അതെല്ലാം നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് വേണ്ടതും അതിനൊരു ക്വാളിറ്റിയും വേണം. അങ്ങനെയുള്ളൊരു റീസൺ കൊണ്ട് നമ്മൾ സോൾ ബ്രദേഴ്സിനെ തന്നെ സെലക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ. സോ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ടിനെ കുറിച്ച്? എനിക്ക് കൂടുതൽ അറിയാനൊരു താല്പര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെഡിങ്ങിലേക്ക് വരാം. സോ പോസ്റ്റ് വെഡിങ്ങിന്റെ ആ ഒരു കോൺസെപ്റ്റ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പോസ്റ്റ് വെഡിങ് ജസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അവരെടുത്തേക്കുന്ന ഷൂട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോർമലി നമ്മുടെ ഒരു ഡെയിലി ഡേ തുടങ്ങുന്നത് എങ്ങനെയാണ് ആ ഒരു ബേസിലാണ്. ഏർലി മോർണിംഗ് സൈക്ലിംഗ് കഴിഞ്ഞിരുന്ന് കാത്തു നിൽക്കുന്ന ഭാര്യ, ചായയും പത്രമായി കാത്തു നിൽക്കുന്നു, അങ്ങനെയുള്ള സീൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മൾ ജസ്റ്റ് എന്താ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ചെറിയ ഒരു മൂവി സീക്വൻസ് പോലെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചത്? കാരണം ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണെങ്കിലും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് റീ എനാക്ട് ചെയ്യുമ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കോമലിന് എങ്ങനെ തോന്നി? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവിടെ നിന്ന് പറഞ്ഞ ചേട്ടന്മാരെല്ലാവരും. കൂളായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു, ടെൻഷനൊന്നും അടുപ്പിച്ചില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ ചെയ്യാനും എളുപ്പമുണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇങ്ങനെയാണ് ഞാൻ അവരുടെ ഇഷ്ടംപോലെ സംസാരിച്ചിട്ടുണ്ട്. സോ അവർ ഓരോ കപ്പിളിനും വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ അടുത്ത് ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പം എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇൻപുട്സ് ഉണ്ടായിരുന്നു? രാജീവിന്റെ ഒരു ആക്ടിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അനിയൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട്, പോയി ഷൂട്ടെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ പല ഡയറക്ടേഴ്സിനും പല സ്വഭാവങ്ങളാണ്. അപ്പൊ ചിലര് ചൂടാവും, ചിലര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പൊ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ സോൾ ബ്രദേഴ്സ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് തോന്നിയില്ല. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ സൈക്ലിങ്ങിനൊക്കെ പോകാറുണ്ട് രാവിലെ. അപ്പൊ അത് തന്നെ നമ്മൾ ഷൂട്ടിങ്ങിൽ പകർത്തിയവര്. ഓക്കെ. ആൻഡ് വെഡിങ് ആ സമയത്ത് നിങ്ങൾ ശരിക്കും അറിയുന്നില്ല അല്ലെ? കുറെ നല്ല കാൻഡിഡ് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് ആ പിക്ചേഴ്സ് എല്ലാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ദിവസത്തെ എന്താണോ മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്? ഇപ്പൊ കുറെ ഫ്രണ്ട്സിനെ കണ്ടു, എല്ലാ ആസ്പെക്ട്സും അന്നത്തെ നടന്ന എല്ലാ കാര്യങ്ങളും മൊമെന്റ്സ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്താണ് ഇപ്പം ശരിക്കും അന്നത്തെ ഒരു ദിവസത്തിന്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഓർക്കുന്ന ഒരു കാര്യം? ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ സോൾ ബ്രദേഴ്സിന്റെ തന്നെ ഇത്രയും ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് കിട്ടുമെന്ന് നമുക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, കല്യാണം എന്ന് പറയുന്ന ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. അതിന്റെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോസസ് ആണ്, ഫ്രം ദ ബിഗിനിങ് ഓഫ് വെഡിങ് ടു റിസപ്ഷൻ. അതെല്ലാം അവർ കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് ക്വാളിറ്റി ആയിട്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. രാജീവ് ആൻഡ് കോമൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരിഡ് ലൈഫ് ടു ബോത്ത് ഓഫ് യു. ഞങ്ങളുടെ സ്വയംവരം ടീമിൻ്റെ ഒരു ചെറിയൊരു സർപ്രൈസ്, ഒരു സമ്മാനമുണ്ട്. സോ
നിങ്ങൾ പറഞ്ഞല്ലോ ഫോട്ടോഗ്രാഫ്സ് വീഡിയോഗ്രാഫ് ഇത് ലൈഫ് ലോങ് ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനുള്ള കാര്യമാണ്. സോ ഞങ്ങളെയും നിങ്ങൾ എപ്പോഴും ഓർക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ കൗമുദി ടിവിയുടെ ഒരു ചെറിയ സമ്മാനം. ഒരു ലവ്ലി കപ്പിളിനെയാണ് നമ്മൾ മീറ്റ് ചെയ്തേക്കുന്നത്, രാജീവ് ആൻഡ് കോമൽ. രാജീവ് പറഞ്ഞതുപോലെ ലൈഫിൽ കുറേ ലക്കും കുറേ ഭാഗ്യം ആവശ്യമുണ്ട്. ഏതായാലും ഇവർക്ക് ജാക്ക് പോട്ട് അടിച്ചു, ഒരു ഹാപ്പി കപ്പിളാണ്. ഇവരുടെ ലൈഫ് എന്നും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ കപ്പിളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൽ നമ്മളൊരു മൈൽ സ്റ്റോൺ എത്തുവാണ്. അതായത് നമ്മുടെ 200th എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. ഈ ഒരു സന്തോഷം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കോൺടെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ദ ബെസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ്. സോ ഈ ഒരു കോൺടെസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഹൂ ഈസ് ദ ബെസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ദ ബെസ്റ്റ് കപ്പിൾ. സോ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, നിങ്ങൾ എടുത്ത കല്യാണത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് ഞങ്ങൾക്ക് അയച്ചു തരൂ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന കപ്പിൾസ്, നിങ്ങൾ ന്യൂലി മാരിഡ് ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫ്സ് ഞങ്ങൾക്ക് അയച്ചു തരൂ. ഇഫ് യു ആർ ദ വിന്നർ യു ഗെറ്റ് എ ചാൻസ് ടു ഗെറ്റ് ലക്കി. സോ അയക്കേണ്ട അഡ്രസ് എന്ന് പറയുന്നത് ഐദർ ഓൺ അവർ ഫേസ്ബുക്ക് പേജ് ഓർ ഓൺ ദിസ് ഇമെയിൽ ID. So quickly send us your best snaps and you could be the best wedding photographer or the couple.